ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദ വീക്ക് നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയത് റിയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയർ, PSV താരം ഡെയോങ്, അത്ലറ്റിക്കോ മാഡ്രിഡ് താരം ഹൂലിയൻ ആൽവരസ്, ബാഴ്സലോണ താരം റഫീനിയ എന്നിവരാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് ഹൂലിയൻ ആൽവരസ് ഓർ റാഫീനിയ തന്നെയാണ്. കാരണം ടീം തോൽക്കും എന്നൊരു ഘട്ടത്തിലാണ് ഒരു വൺ മാൻ ഷോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് അവസാന നിമിഷത്തിൽ നിന്നും ഈ ഒരു രണ്ട് താരങ്ങളിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. എനിക്കൊന്ന് കുറച്ചുകൂടി ടഫായിട്ട് എനിക്ക് തോന്നിയത് ആൽവരസിൻ്റെ ഗോൾ തന്നെയാണ്. ഓൾറെഡി ഒരു സെൻറ്റർ ബാക്ക് ഷോൾഡർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെൻറ്റർ ബാക്ക് പ്ലെയർ ബോക്സിനകത്ത് നിൽക്കുന്ന സമയത്താണ് ഒരിക്കലും അങ്ങനെ ഒരു ഫിനിഷിങ് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഗോളോ ആണെങ്കിൽ ഓൾറെഡി ഗോൾ ഒരു 1-on-1 സിറ്റുവേഷൻ ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. ഗോളി ആയിട്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ ആ ഒരു ആദ്യത്തെ ആ ഒരു ഫിനിഷിങ്ങിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് ആൽവരസിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. സോ ആൽവരസും ഡിസേർവ്ഡ് ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. റഫീനിയയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ തന്നെയാണ്. അവസാന നിമിഷം ആ ഒരു ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ ഒരു സമനില എന്ന് പറയുന്ന ആ ഒരു ഗോൾ സ്കോറിൽ അവസാനിക്കുമായിരുന്നു. റഫീന തന്നെയാണ് ഒരു കംബാക്ക് കൊണ്ടുവന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ വേറെ ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു റാഫിനിയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. സോ എന്തുകൊണ്ടും ഈ ഒരു രണ്ട് പ്ലെയർ ഡിസേർവ്ഡ് ആണ് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആരെയാണ് തോന്നുന്നതുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.